ദുബായിൽ സ്വർണ്ണവില വീണ്ടും കുതിക്കുന്നു. രാജ്യാന്തര വിപണിയിലെ ചലനങ്ങൾ പ്രതിഫലിച്ചാണ് ദുബായിലെ വിപണിയിലും മാറ്റം വന്നത്. കേരളത്തിൽ ദുബായ് സ്വർണ്ണത്തിന് വലിയ ഡിമാൻഡാണുള്ളത്. അടിപൊളി, വലിയ മാറ്റങ്ങൾ സംഭവിക്കുന്നു. സ്വർണ്ണവിലയിൽ കേരളത്തിലേതുപോലെ ദുബായിലും ചാഞ്ചാട്ടം തുടരുകയാണ്. വിപണിയിൽ ഇന്ന് സ്വർണ്ണവില കുതിക്കുന്ന കാഴ്ചയാണുള്ളത്. ഇതോടെ 24 ക്യാരറ്റ് സ്വർണം ഗ്രാമിന് 500 ദിർഹത്തിന് മുകളിൽ തിരിച്ചെത്തി. കഴിഞ്ഞ ദിവസം 494 ദിർഹത്തിലായിരുന്നു വ്യാപാരം നടന്നത്. ഇതിൽ നിന്ന് 24 ക്യാരറ്റ് സ്വർണം ഗ്രാമിന് 503 ദിർഹമായി കൂടി. 22 ക്യാരറ്റ് സ്വർണത്തിനാകട്ടെ ഗ്രാമിന് 466.25 ദിർഹമായി ഉയരുകയും ചെയ്തു. കഴിഞ്ഞ ദിവസം ഇത് കുറവായിരുന്നു. നിലവിലെ വിലവർധനവോടെ ദുബായിലും സ്വർണത്തിൽ ആശങ്ക വർദ്ധിക്കുകയാണ്. അതായത് സ്വർണ്ണവില വീണ്ടും വർദ്ധിച്ച് റെക്കോർഡുകൾ ഭേദിക്കുമോ എന്ന ആശങ്കയാണ് ഉള്ളത്. നിലവിൽ ജൂൺ 4 രേഖപ്പെടുത്തിയ 24 ക്യാരറ്റ് സ്വർണ്ണവില 538 ദിർഹത്തിനേക്കാളും താഴെയാണ് ഇപ്പോഴുള്ള വില രേഖപ്പെടുത്തിയതെങ്കിലും ആശങ്കയ്ക്ക് ഒട്ടും കുറവില്ല. ജൂൺ ആദ്യ പകുതിയിൽ വില ഉയർന്നു തന്നെ നിൽക്കുന്നതാണ് കണ്ടത്. ജൂൺ 5-നും ജൂൺ 16-നും ഇടയിൽ നിരവധി തവണ സ്വർണത്തിന് വിലയിൽ ചാഞ്ചാട്ടം സംഭവിച്ചു. ജൂൺ 23-ന് 500 ദിർഹത്തിൽ താഴെയായിരുന്നു വിലയെങ്കിൽ ജൂൺ 30-ഓടെ 485 ദിർഹമായി കുറയുകയും ചെയ്തു. ജൂലൈയിലെ ആദ്യ 3 ദിവസങ്ങളിൽ അത് വീണ്ടെടുക്കാനുള്ള ശ്രമത്തിലായിരുന്നു സ്വർണം എന്ന് വേണമെങ്കിൽ പറയാം. ഇന്ന് ആ ലക്ഷ്യം സ്വർണം കൈവരിച്ചിരിക്കുകയാണ്. അതായത് ഇപ്പോൾ US തൊഴിൽ ഡാറ്റ ദുർബലമായതിനെ തുടർന്നാണ് സ്വർണം 2 ദിവസത്തെ നേട്ടം തുടർന്നു പോകുന്നതെന്നാണ് വിദഗ്ധർ പറയുന്നത്. പണപ്പെരുപ്പം നേരിടാൻ ഫെഡറൽ റിസർവ് ഈ വർഷം പലിശ നിരക്ക് ഉയർത്തുമെന്ന പ്രതീക്ഷകൾ കുറച്ചതും ഈ മഞ്ഞലോഹത്തിന് ഗുണമായെന്ന് വേണമെങ്കിൽ കരുതാം. കൂടാതെ വരും ദിവസങ്ങളിലും സ്വർണ്ണവില കൂടുമെന്ന് തന്നെയാണ് പറയുന്നത്. എന്തായാലും സ്വർണം വാങ്ങാനായി കേരളത്തിൽ നിന്ന് മാത്രം നിരവധി പേരാണ് യുണൈറ്റഡ് അറബ് എമിറേറ്റിലേക്ക് പറക്കുന്നതെന്നാണ് റിപ്പോർട്ടുകൾ. ഇന്ന് 24 ക്യാരറ്റ് സ്വർണം ഗ്രാമിന് ഏകദേശം 500 രൂപയ്ക്കടുത്ത് വില വരുമ്പോൾ അത് മലയാളികൾക്കേറെ ആശ്വാസമാണ്. കാരണം കേരളത്തിനെക്കാട്ടും വില കുറവാണ് ഗൾഫിലുള്ളത്. ഗൾഫ് സന്ദർശിക്കുന്ന ഇന്ത്യൻ കുടുംബങ്ങൾക്ക് വലിയ ലാഭമാണ് ഈ വിലക്കുറവ് നൽകുക. എന്നാൽ വിദേശത്തു നിന്നും ഇന്ത്യയിലേക്ക് സ്വർണം കൊണ്ടുവരുന്നവർക്ക് നിയമപരമായ ചില പരിമിതികളുണ്ട്. പുരുഷന്മാർക്ക് 20 ഗ്രാമും സ്ത്രീകൾക്ക് 40 ഗ്രാമും സ്വർണം നികുതിയില്ലാതെ കൊണ്ടുവരാം. കസ്റ്റംസ് പരിശോധനയ്ക്കായി സ്വർണം വാങ്ങിയ ഒറിജിനൽ ഇൻവോയ്സ് എപ്പോഴും കൈവശം വെക്കേണ്ടതാണ് പ്രധാനപ്പെട്ട കാര്യം. ഈ ഇളവുകൾ സ്വർണ്ണാഭരണങ്ങൾക്ക് മാത്രമാണ് ബാധകമാകുന്നത്. മാത്രമല്ല സ്വർണ്ണ നാണയങ്ങൾക്കോ ബിസ്ക്കറ്റുകൾക്കോ ഈ ആനുകൂല്യം ലഭിക്കില്ല എന്നും പ്രത്യേകം ഓർക്കണം. കൃത്യമായ രേഖകൾ കൈവശം വെക്കുന്നത് യാത്ര സുഗമമാക്കാൻ നിങ്ങളെ സഹായിക്കുന്ന മറ്റൊരു കാര്യമാണ്. അതായത് പണിക്കൂലി കുറവായതുകൊണ്ട് തന്നെയാണ് മിക്കവരും ദുബായ് ഗോൾഡിനെ ആശ്രയിക്കുന്നത്. എന്തായാലും സ്വർണ്ണവില വീണ്ടും റെക്കോർഡിലേക്ക് എത്തുമോ എന്നൊരു ആശങ്കയാണ് ദുബായിലുമുള്ളത്. ബിസിനസ് ഡെസ്ക്, സീ മലയാളം ന്യൂസ്. ഏറ്റവും പുതിയ വാർത്തകളും വിശേഷങ്ങളും വിരൽത്തുമ്പിലറിയാൻ സീ മലയാളം ന്യൂസ് എല്ലാ ഡിജിറ്റൽ പ്ലാറ്റ്ഫോമുകളിലും ലഭ്യം.